to all. In the previous class, we learned about the redemption of debentures. What is mean by redemption of debenture? Redemption of debenture means repayment of debenture. അതായത് ഡിബഞ്ചറിൻ്റെ എമൗണ്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്ചാർജ് ഓഫ് ദി ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചർ. ഡിബഞ്ചറിൻ്റെ ലയബിലിറ്റീനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിനെ നമ്മൾ റിഡംഷൻ എന്ന് പറയുന്നത്. ദേ മേ ബി റെഡീംഡ് അറ്റ് പാർ ഓർ പ്രീമിയം. ഡിബഞ്ചേഴ്സ് നമുക്ക് പാറിനോ പ്രീമിയത്തിലോ റെഡീം ചെയ്യാം. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഡിബഞ്ചറിൻ്റെ ലോസിനെയും അതുപോലെ ഡിസ്കൗണ്ടിനെയും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോണത്. There are mainly two methods for treating discount or loss on issue of debentures. First method, fixed installment method or equal installment method. Second, fluctuating installment method or proportion method. First method, fixed installment method. This method is used when the debentures are repayable in lump sum at the end of the fixed period. Under this method, an equal amount of discount or loss on issue of debenture is written off to profit and loss account every year during the life of debenture. അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ച് യൂസ്ഡ് വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ഇൻ ലംസം. അതായത് ഡിബഞ്ചറിൻ്റെ എമൗണ്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്നത് ലംസം ആയിട്ടാണ്, മൊത്തത്തിലായിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 lakh ഡിബഞ്ചർ 4 ഇയേഴ്സിന് ശേഷം റീപേയ്മെൻറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ 1 lakh ലംസം മൊത്തത്തിലാണ് കൊടുക്കുക. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുക. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ലംസം ആയിട്ടാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അതായത് ഇപ്പം നമ്മൾ ഡിബഞ്ചർ 4 വർഷത്തേക്കാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഈ 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 1 lakh മൊത്തത്തിൽ കൊടുക്കും, ലംസം ആയിട്ട് കൊടുക്കും. ഓക്കെ, ഒന്നും കൂടി നോക്കാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ഇൻ ലംസം at the end of the fixed period. Under this method, an equal amount of discount or loss on issue of debentures is written off to profit and loss account. അതായത് ഇപ്പോൾ 2 lakh ഷെയർസിന് 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ 20,000. ഈ 20,000ൻ്റെ എത്ര ഇയറാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇതിൽ ഒരു സർട്ടൻ എമൗണ്ട് എല്ലാ വർഷവും, ഇപ്പോൾ 4 വർഷത്തേക്കാണ് ഡിബഞ്ചർ കാലാവധി എന്ന് തുടങ്ങിയ ഈ 4 ഇയേഴ്സിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് സെൻഡ് ചെയ്യും. അതാണ് ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഒരു സർട്ടൻ എമൗണ്ട് എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് അതിൻ്റെ ഒരു ഫോർമുല നമ്മൾ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എല്ലാ വർഷവും സർട്ടൻ എമൗണ്ട് കൊടുത്ത് അത് റൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്യാനായിട്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഒരു ഫോർമുലയുണ്ട്. ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ. അതായത് എത്രയാണോ ടോട്ടൽ ഡിസ്കൗണ്ട് വന്നേക്കണേ അതിനെ നമ്മൾ ആ ഡിബഞ്ചറിൻ്റെ ലൈഫ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ടോട്ടൽ ഡിസ്കൗണ്ട് ഇപ്പോൾ 20,000 ആണെന്ന് വയ്ക്കുക. 20,000 ആണെങ്കിൽ ഈ 2 വർഷത്തേക്കാണ് ഡിബഞ്ചർ, ലൈഫ് ഓഫ് ഡിബഞ്ചർ 2 ആണെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 2, അതായത് 10,000 വെച്ച് 2 വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അനുസരിച്ച് നമ്മളെങ്ങനെയാണ് ഡിബഞ്ചർ റീപേയ്മെൻറ്റ് ചെയ്യുക? ലംസം ആയിട്ട്. എപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിക്സഡ് പീരീഡ്, ആ സർട്ടൻ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ലംസം ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തും. അതിൻ്റെ ഫോർമുല ടോട്ടൽ ഡിസ്കൗണ്ട്, എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുന്നതിൻ്റെ ഫോർമുല ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് പഠിക്കാം. സെക്കൻഡ് മെത്തേഡ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. This method is used when the debentures are repayable by installment. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് പേയ്മെൻറ്റ് എടുത്താൽ ലംസമായിട്ട്. സെക്കൻഡ് മെത്തേഡ് അതായത് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ഇൻ ദി ഇയർ. ആ വർഷം ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, റൈറ്റ് ഓഫ് ചെയ്യില്ല. ഇൻ വിച്ച് ദ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ്, ഇഷ്യൂ ചെയ്യുന്ന വർഷം അത് ഫുള്ളായിട്ട് റൈറ്റ് ഓഫ് ചെയ്യില്ല.
This is because the benefit is to be derived from the issue will continue till debentures are redeemed. അതായത് ആ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യണ വരെ അതിൻ്റെ ബെനിഫിറ്റ് കണ്ടിന്യൂ ചെയ്തു പോണ കാരണം നമ്മൾ ഒറ്റ ട്രിപ്പിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് പോവില്ല. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ വന്നത്. ഫസ്റ്റ് മെത്തേഡ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സെക്കൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ റീപേയ്മെൻറ്റ് ലംസം ആയിട്ടാണ് വരിക. ഫ്ലക്ച്വേറ്റിംഗ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ റീപേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ പ്രോബ്ലം നോക്കാം. On 1st April 2015, X Limited issued 2,009% debentures of 100 each at a discount of 10%, redeemable at par. Show the discount on issue of debentures account if, first condition, such debentures are redeemed after 5 years. Second, such debentures are redeemable by annual equal drawings in 5 years. Let us assume that X Limited follow financial year as its accounting year. അപ്പം നമുക്ക് പ്രോബ്ലം നോക്കാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഓൺ 1st April 2015 2,009% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. ഒരു ഡിബഞ്ചറിൻ്റെ വില എത്രയാണ്? 100 ഈച്ച് അല്ലേ? അപ്പം മൊത്തം എത്ര? 2,000 × 100 2 lakh. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര പറയണേ? 9% ഡിബഞ്ചർ. നമ്മൾ പറഞ്ഞിരുന്നു ഡിബഞ്ചറിൻ്റെ കൂടെ എപ്പോഴും ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് ഈ 9% ഡിബഞ്ചർ. പിന്നെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഡിസ്കൗണ്ട് എത്രയാണ്? 10%. പിന്നെയും പറഞ്ഞിട്ടുണ്ട് റിഡീമബിൾ അറ്റ് പാർ. അതായത് എത്ര രൂപയ്ക്കാണോ പാറിനാണ് അത് റിഡീം ചെയ്യുന്നത്. അതായത് 10 രൂപയുടെ ഡിബഞ്ചർ ആണെങ്കിൽ 10 രൂപയ്ക്ക് തന്നെയായിരിക്കും അത് റിഡീം ചെയ്യുക. റിഡീമബിൾ അറ്റ് പാർ. ഷോ ദ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നമ്മളോട് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതായത് സച്ച് ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് ആഫ്റ്റർ 5 year. നമുക്ക് ലൈഫ് ഓഫ് ഡിബഞ്ചർ തന്നു. 5 വർഷത്തേക്കാണ് നമുക്ക് ആ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത്. സച്ച് ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ബൈ ആനുവൽ ഈക്വൽ ഡ്രോയിങ്സ് ഇൻ 5 years. Let us assume that X Limited follow financial year as its accounting year. എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 1st April to 31st March നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് ഇതിൽ കണ്ടീഷൻ തന്നേക്കണത്. അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ടോട്ടൽ ഡിസ്കൗണ്ട് കാണാനുള്ള ഫോർമുല പഠിച്ചിരുന്നു. എങ്ങനെയാണ് ടോട്ടൽ ഡിസ്കൗണ്ട് കാണാം? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യേണ്ട ഫോർമുല കണ്ടിരുന്നു. അതായത് ടോട്ടൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ഡിബഞ്ചർ. നമ്മൾ നേരത്തെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ടും കണ്ടുപിടിക്കണം, ലൈഫ് ഓഫ് ഡിബഞ്ചറും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ടോട്ടൽ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക? അതായത് മൊത്തത്തിൽ ആ ഡിബഞ്ചറിന് എത്രയാണെന്ന് നോക്കാം. അതായത് 2,000 ഡിബഞ്ചേഴ്സിന് 100 ഈച്ച്. അപ്പോൾ എത്ര ഷെയർ ഉണ്ട്? 2 lakh അല്ലേ? 2 lakhൻ്റെ ഡിസ്കൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 10%. ഡിസ്കൗണ്ട് ഓഫ് 10%. അപ്പം നമ്മൾ 2 lakhൻ്റെ 10% കാണാം. അപ്പോൾ എത്ര എമൗണ്ട് കിട്ടുക? 20,000. ഈ 20,000 ടോട്ടൽ ഡിസ്കൗണ്ട് കിട്ടി. ഈ ടോട്ടൽ ഡിസ്കൗണ്ടിനെ ലൈഫ് ഓഫ് ഡിബഞ്ചർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. എത്രയാണ് ലൈഫ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്? സച്ച് ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ ബൈ ആനുവൽ ഈക്വൽ ഡ്രോയിങ്സ് ഇൻ 5 years. അപ്പോൾ ലൈഫ് എത്രയാണ്? 5 years അല്ലേ? അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 5 കിട്ടുമ്പോൾ നമുക്ക് 4,000 കിട്ടണം. ഈ 4,000 നമ്മൾ 5 വർഷവും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലാസ്റ്റ് വരുമ്പോൾ 4,000 ഉൾപ്പെടെ ക്യാൻസലായിട്ട് ഫുൾ എമൗണ്ട് 5 വർഷമാകുമ്പോൾ ഫുൾ എമൗണ്ട് ക്യാൻസലായി പോകും. ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് ഫോർമാറ്റ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF എമൗണ്ട്. ഇങ്ങനെയായിട്ടാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. നമ്മുടെ അടുത്ത് കണക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് എടുക്കേണ്ടത്. ഡിസ്കൗണ്ട് കാണുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1st April to 31st March. നമുക്കറിയാം ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരാം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഡിസ്കൗണ്ടിനാവുമ്പോൾ
ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. ഇതാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി. അതായത് ഇഷ്യൂ ചെയ്ത് നമുക്ക് എന്തുണ്ട് കിട്ടി, ക്യാഷ് കിട്ടി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. നമ്മുടെ അടുത്തപ്പോൾ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടില്ലേ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് ഏത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ കണക്കിൽ കൺസിഡർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ 2015 പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഏതാ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 1 April 2015. അപ്പോൾ 1 April 2015 നമ്മൾ 9% ഡിബഞ്ചേഴ്സ് 9% ഡിബഞ്ചേഴ്സ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു നേരത്തെ. മൊത്തം നമ്മൾ ടോട്ടൽ മൊത്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് 20,000 ആണ്. ഡിസ്കൗണ്ട് മൊത്തം നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ 2 lakhൻ്റെ 10% ആണ് ഡിസ്കൗണ്ട് വന്നേക്കണേ. അപ്പോൾ 20,000 ആണ് നമ്മൾ 9% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര ഇവിടെ എഴുതണം, 20,000 നമ്മളിവിടെ എഴുതണം. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ വർഷവും സെൻഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ വർഷത്തിൻ്റെ അവസാനം. അപ്പോൾ 1 April തുടങ്ങണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അതിൻ്റെ എൻഡിങ്, 31 March 2016 നമ്മൾ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ പ്രോബ്ലം 4,000 ആണ് നമ്മൾ എല്ലാ വർഷവും 5 വർഷത്തേക്ക് നമ്മൾ 4,000 വെച്ച് സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 4,000 എഴുതാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വലിയ ഫിഗർ എടുത്ത് നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതണം 20,000. ഈ വലിയ ഫിഗറിൽ നിന്ന് നമ്മൾ സ്മോൾ ഫിഗർ കുറയ്ക്കണം. കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ ക്ലോസിങ് ബാലൻസ് ആയിട്ട് എഴുതി ആ എമൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. അപ്പോൾ നമ്മൾ 20,000 നിന്ന് 4,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 20,000 നിന്ന് 4,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 16,000 കിട്ടും. ഈ 16,000 നമ്മൾ ക്ലോസിങ്ങിൽ അതായത് 31 March 2016 ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതണം. ഈ ക്യാരി ഡൗൺ ചെയ്തത് ബ്രോഡ് ഡൗൺ ചെയ്യണം. നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഏതാ വരാം, 1/4/2016 അതായത് 31 March കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് 1 April 2016 അപ്പോൾ ഈ ബാലൻസ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യണം. ക്യാരി ഡൗൺ അല്ല, ബ്രോഡ് ഡൗൺ ചെയ്യണം 16,000. എങ്ങനെയാണ് ഇവിടെ ഈ 16,000 വന്നത്, 20,000 നിന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എത്ര വിട്ടു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ 4,000 വിട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബാക്കി എത്രയുണ്ട്, 16,000. അപ്പോൾ ഈ 16,000 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു. പിന്നെ ആ വർഷവും നമ്മൾ അവസാനത്തിൽ അതായത് 31 March 2017 നമ്മൾ പിന്നെയും 4,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും എന്ത് ചെയ്യണം, 4,000 സെൻഡ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ബിഗ് ഫിഗർ നമ്മൾ എടുത്തെഴുതുക. ഇതിൽ വലുത് 16,000 ആണ്. 16,000 എഴുതാം. 16,000 4,000 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12,000 അല്ലേ, 12,000 കിട്ടും. ഈ 12,000 എൻഡിൽ അതായത് 31 March 2017 ബൈ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ ഈ ബാലൻസ് എമൗണ്ട് അടുത്ത വർഷത്തേക്ക് ക്യാരി ഡൗൺ ചെയ്യണം. അപ്പം നമുക്ക് ഇനി അടുത്ത വർഷം എന്ന് പറയും ഈ 2017 അതായത് 1 April 2017 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്ര എമൗണ്ട് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് നമ്മൾ, 12,000 അല്ലേ.
ഈ 12,000 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. എങ്ങനെയാണ് ഈ 12,000 വന്നത്? നമ്മൾ ഈ വർഷം 4,000 ഫസ്റ്റ് വർഷം 4,000 കൊടുത്തു, പിന്നത്തെ വർഷം 4,000 കൊടുത്തു. ഈ 8,000 നമ്മൾ 20,000 നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 12,000 കിട്ടും. ഇനി നമുക്ക് പ്രോഫിറ്റ് ഈ വർഷം, അതായത് 2017 നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. ഇനി 2018 അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം, അതായത് 31 മാർച്ച് 2018 നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട്, ഈ 4,000 തന്നെ നമ്മൾ പറഞ്ഞില്ലേ 4,000 എല്ലാ വർഷവും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ 31 മാർച്ച് 2018 ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്? 4,000 നമ്മൾ സെൻഡ് ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ 12,000 ആണ്, ഇവിടെ 4,000 ആണ്. അപ്പം നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ഫിഗർ ഏതാ? 12,000 ഇവിടെ എഴുതാം. ഈ ഭാഗവും 12,000 എഴുതാം. 12,000 നിന്ന് 4,000 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,000 നിന്ന് 4,000 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് 8,000 കിട്ടും അല്ലേ? ഈ 8,000 31 മാർച്ച് 2018 നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഡൗൺ. ഇനി നമ്മൾ ഈ ബാലൻസിനെ 1 ഏപ്രിൽ 2018 ഇവിടെ ക്യാരി ഡൗൺ ആണ്. അപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ഈ എമൗണ്ട്, അതായത് 8,000 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യണം. അപ്പം ബാലൻസ് ബ്രോഡ് ഡൗൺ എത്ര എമൗണ്ടാണ് നമുക്ക് കിട്ടിയത്? 8,000. ഈ 8,000 എങ്ങനെ കിട്ടിയത്? നമ്മൾ 20,000 നിന്ന് 4,000 കുറച്ചു, പിന്നെയും 4,000 കുറച്ചു, പിന്നെയും 4,000 കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻസ് നമുക്ക് ഇനിയുള്ളത് 8,000 ആണ്. മൊത്തം എത്ര കൊടുക്കാനുള്ളത്? മൊത്തം 20,000 ആണ് കൊടുക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് 8,000 കൂടിയും റൈറ്റ് ഓഫ് ചെയ്ത് പോകണം. ഇവിടെ 8,000 എഴുതി. ഇനി ഈ വർഷവും നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം. അതായത് 31 മാർച്ച് 2019 ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര കൊടുക്കണ്ടേ? 4,000. എല്ലാ വർഷവും നമ്മൾ 4,000 അല്ലേ കൊടുത്തിരുന്നത്? ഈ വർഷവും 4,000 കൊടുക്കുക. ഇനി നേരത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നോക്കുക, ബിഗ് ഫിഗർ എഴുതുക 8,000, ഇവിടെയും 8,000. ബാലൻസ് എത്ര വരാം? 4,000. 8,000 നിന്ന് 4,000 കുറയ്ക്കുമ്പോൾ 4,000 ബാലൻസ് കിട്ടും നമുക്ക്. ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെൻഡ് ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ, നമ്മൾ ഈ 4,000 ക്യാരി ഡൗൺ ചെയ്യണം. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രോഡ് ഡൗൺ ചെയ്യണം. 31 മാർച്ച് 2019 ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ് വന്നേക്കണേ? 4,000. നമുക്ക് മൊത്തം 20,000 ആണ് കൊടുക്കാനുണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെൻഡ് ചെയ്ത് ലാസ്റ്റ് ഇയർ ആയി. ഇപ്പം നമുക്ക് 4,000 കൂടി കൊടുക്കാനുള്ളൂ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 31 മാർച്ച് 2020 നമ്മൾ ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര സെൻഡ് ചെയ്യേണ്ടത്? എല്ലാ വർഷവും നമ്മൾ എത്ര കൊടുത്തത്? 4,000 വെച്ചല്ലേ? അപ്പോൾ ഈ വർഷവും നമ്മൾ 4,000 കൊടുത്തു. അപ്പോൾ ഇനി നമുക്കത് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ 4,000 ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടായില്ല? ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്ത് തീർന്നു. അതായത് 20,000 എത്ര വർഷമാണ് ആ ഡിബഞ്ചറിൻ്റെ കാലാവധി? 5 years. ഇപ്പം നമ്മൾ എത്ര വർഷം ചെയ്തു നോക്കിയേ? ഇത് ഫസ്റ്റ് ഇയർ, ഇത് സെക്കൻഡ് ഇയർ, ഇത് തേർഡ് ഇയർ, ഇത് 4th year, ഇത് 5th year. ഈ 5 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 20,000 വന്ന ഡിസ്കൗണ്ടിനെ നമ്മൾ 5 വർഷം കൊണ്ട് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ കണ്ടോ? ഇപ്പം ഇനി ബാലൻസ് ഒന്നുമില്ല, ക്യാൻസൽ ചെയ്ത് പോയി. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് കണ്ട 4,000 എല്ലാ വർഷവും വെച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനെ ബാലൻസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് കൊടുക്കുക. ലാസ്റ്റ് ഇയർ ആയി കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. അതോടുകൂടി നമ്മൾ ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക.
നെക്സ്റ്റ് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളിത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാലാണ് അറ്റൻഡൻസ് തരുള്ളൂ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ലിമിറ്റഡ് കമ്പനി ഇഷ്യൂഡ് 20,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5% റെഡീമുള്ള അറ്റ് ദി എൻഡ് ഓഫ് 5 years. അതായത് 2,000 ഡിബഞ്ചേഴ്സ് അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് വന്നത് 5% ആണ്. കാലാവധി തന്നത് 5 years ആണ്. സോ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഇൻ ദ ലെഡ്ജർ ഫോർ ദ പീരീഡ്. ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാനാണ്. അപ്പോൾ ഇത് ചെയ്ത് കറക്റ്റ് ടൈമിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.